ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇടത്തേക്കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പങ്കുവയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ആദ്യമേ സ്തുതിപ്പിനെ കുറിച്ചൊന്ന് പറയാറുണ്ട്. കാരണം അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, ജോഷുവ പ്രവാചകന്റെ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം നമ്മുടെ ബൈബിളിലുണ്ട്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. അതില് ജോഷുവായും അനുചരന്മാരും ജെറീക്കോ പട്ടണം പിടിച്ചെടുത്ത കഥ, അത് കഥയല്ല, സംഭവമാണ്, കൃത്യമായി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിടിച്ചെടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? നാം രാവിലെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ജെറീക്കോ പ്രെയർ ഇവിടെ നടത്തി. ആ പ്രെയറിന്റെ അർത്ഥം, ഇതിന് ചുറ്റും ഒരു ബന്ധന പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അത് ചെയ്തത്. കാരണം അന്ധകാര ശക്തികളുടെ കോട്ടകൾ തകരണം. ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം വളരെ ശക്തമായ കോട്ടമതിലുള്ള പട്ടണമായിരുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജെറീക്കോ പട്ടണം ശക്തമായ കോട്ടമതിലുള്ള പട്ടണമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് അത് പിടിച്ചടക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം ആ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുവാനായിട്ട്, അതിനെ തകർക്കാതെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിക്കില്ല. വളരെ ശക്തമായ ആൾക്കാർ ജെറീക്കോ പട്ടണത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ജോഷുവയോട് ഇപ്രകാരം പറയുകയാണ്, നീ ഈ മതിലിന് ചുറ്റും 6 ദിവസം നടക്കുക, ഓരോ പ്രാവശ്യം. 7-ാം ദിവസം സ്തുതിച്ചുകൊണ്ട്, 7-ാം ദിവസം 7 പ്രാവശ്യം സ്തുതിച്ചുകൊണ്ട് നടക്കുക. അതിനുശേഷം നിങ്ങൾ 7-ാമത്തെ പ്രാവശ്യം കാഹളമൂതി ആർപ്പിട്ട ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് കാണാം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് ജോഷുവ എന്ന സാധാരണ ദൈവപുരുഷൻ അനുസരിച്ച് അവരുടെ മുമ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്കറിയാം? ആർക്ക് പറയാം? എന്ത് സംഭവിച്ചു? കോട്ടമതിൽ തകർന്നു വീണു. സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ബുൾഡോസറോ JCBയോ അല്ലെങ്കിൽ ഇന്ന് കെട്ടിടങ്ങൾ തകർക്കുവാനുള്ള ഇടിക്കട്ടകളോ ക്രെയിൻ ഉപയോഗിച്ച് വലിയ ഭാരമുള്ള വലിയ കല്ലുകൾ ഇട്ട് താഴേക്ക് ഇടിച്ചു പൊട്ടുന്നതോ ബോംബ് ഉപയോഗിച്ച് പൊട്ടിക്കുന്നതോ ആയ പ്രായോഗികമായി യാതൊന്നും ദൈവം നിർദ്ദേശിച്ചില്ല. മറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കുവാൻ പറഞ്ഞപ്പോൾ കോട്ടമതിൽ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ, ജോഷുവയുടെയും അനുചരന്മാരുടെയും മുൻപിൽ തകർന്നു വീഴുകയാണ്. ഹല്ലേലൂയ. ഇത്രയും കഷ്ടപ്പെട്ട് പണിതുയർത്തിയ ഈ കെട്ടിടം തകർന്നു വീഴണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുക. മറിച്ച് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുപാടുകളിലുമോ ഈ ദേശത്തെയോ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ദൈവ മക്കളുടെ സ്തുതിപ്പിന്റെ മുമ്പിൽ തകർന്നു വീഴണമെന്ന ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താനെയും അവന്റെ കോട്ടകളെയും തകർക്കുവാനായിട്ട് ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഗ്രഹിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും, രോഗങ്ങളുടെ ബന്ധനങ്ങൾ തകരണം. എല്ലാ പാപങ്ങളുടെ ബന്ധനങ്ങൾ തകരണം. പാപികൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. പോരാ, പോരാ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരാതെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ശക്തമായ തലവേദനയുള്ള 7 പേരുടെ തലവേദന ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. Thank you, Lord. ഈശോയെ നന്ദി. We glorify your name, Jesus. Hallelujah. We glorify your mighty name, Jesus. ഈശോയെ നന്ദി പറയുന്നു തമ്പുരാനെ. Hallelujah. 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 അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ മിന്നൽ പോലെ ഒരു വേദന പോലെ അനുഭവപ്പെടുന്ന ഒരു സംഭവം കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് സന്ദേശം നൽകുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. വളരെ ചെറിയ കുറച്ച് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകം. അതിന്റെ 1-ാം അധ്യായത്തില് 5-ാം വാക്യം ഇപ്രകാരമാണ് നമ്മോട് പറയുക: ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന നന്മകളെ കണ്ണു തുറന്ന് കാണുവാൻ ആ വചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം ഇപ്രകാരമാണ്: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. എന്ന് പറഞ്ഞേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി. ശബ്ദമുയർത്തി പറഞ്ഞേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇത് ദൈവം പറഞ്ഞതാ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. 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 ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം എബ്രാഹത്തിനും സാറായ്ക്കും ഒരു വാഗ്ദാനം കൊടുത്തു. നിനക്ക് നിന്റേതായ ഒരു പുത്രൻ ഉണ്ടാകും. നിനക്ക് നിന്റേതായ ഒരു പുത്രൻ. അവർക്ക് മക്കളില്ലായിരുന്നു, കാലങ്ങൾ കാത്തിരുന്നു. നിനക്ക് നിന്റേതായ പുത്രൻ ഉണ്ടാകുമെന്ന വാഗ്ദാനം ദൈവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കാലങ്ങൾ കടന്നുപോയി. വാഗ്ദാനം നിറവേറുന്നില്ല എന്ന് കണ്ടപ്പോൾ സാറ എന്ന ബുദ്ധിമതിയായ സ്ത്രീ അവളുടെ പ്രായോഗികമായ ഒരു ഉപദേശം തന്റെ ഭർത്താവിന് നൽകുകയാണ്. നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പ്രായോഗികമായ ഉപദേശങ്ങൾ പലപ്പോഴും നീ അങ്ങനെ ചെയ്താൽ അത് ശരിയാവൂല, ഇങ്ങനെ ചെയ്താലാണ് ഏറ്റവും നന്നായി കാര്യങ്ങൾ, ബിസിനസ് പരമായിക്കോട്ടെ, ഏത് കാര്യവുമായിക്കോട്ടെ, കുട്ടികളുടെ പഠനമായിക്കോട്ടെ, പ്രായോഗികമായ ഉപദേശം കൊടുക്കുവാനായിട്ടൊക്കെ നമ്മൾ വിദഗ്ധരാണ്. സാറ ബുദ്ധിമതിയായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു മക്കളുണ്ടാകും, എന്നാൽ ഇതുവരെ മക്കൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ദാസിയായ ഹാഗാറിലൂടെ നമുക്ക് മക്കൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഈ പ്രായോഗികമായ ഒരു ഉപദേശം സാറ അബ്രാഹത്തിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. അബ്രാഹാം അത് സ്വീകരിച്ചു. ഹാഗാറിലൂടെ ഇസ്മായേൽ എന്ന മകൻ ജനിക്കുന്നു. ഇസ്മായേൽ എന്ന മകൻ ജനിച്ചപ്പോൾ അവന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവൻ മുറ്റത്ത് ഓടിക്കളിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ അവനെ നോക്കി ദൈവം എബ്രാഹാം ആശ്വസിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു മകൻ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവനിങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരുന്ന ഒരു കാലം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അബ്രാഹാമേ, നീ ഇസ്മായേലിനെ ഉപേക്ഷിക്കുക, മരുഭൂമിയിൽ ഉപേക്ഷിക്കുക, ഹാഗാറിനെയും ഇസ്മായേലിനെയും പടിയിറക്കുക വീട്ടിൽ നിന്ന്. ഒരുപക്ഷെ കരുണയില്ലാത്തത്, മനസ്സലിവില്ലാത്തത് എന്ന് തോന്നുന്ന ഒരു ചിന്ത ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നു എന്ന് ഇത് കേൾക്കുന്ന വായിക്കുന്ന വ്യക്തിക്ക് തോന്നിയേക്കാം.
എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ എബ്രാഹിമിനോട് പറയുക, നീ ഇസ്മായിലിനെ പടിയിറക്കുക, ഹാഗാറിനെയും ഇസ്മായിലിനെയും മരുഭൂമിയിലേക്ക് വിട്ടുകളയുക? പ്രിയപ്പെട്ടവരെ, അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? നിനക്ക് നിന്റേതായ ഒരു പുത്രനെ ഞാൻ നൽകും, നിനക്ക് ഒരു പുത്രനെ നൽകും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അവിശ്വസിച്ച് ജീവിതം മുന്നോട്ട് പോയപ്പോൾ പ്രായോഗികമായ ഉപദേശം സ്വീകരിച്ച് ഉണ്ടായ ഒരു മകനായിരുന്നു ഇസ്മായിൽ. ദൈവം ഇപ്രകാരമാണ് എബ്രാഹത്തോട് പറയുക, ദൈവത്തിന്റെ വാഗ്ദാനം വിശ്വസിക്കുക, നിന്റെ പ്രായോഗികമായ ബുദ്ധിയെ ഉപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാണ് പ്രിയപ്പെട്ടവരെ ഉചിതം? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നതോ നമ്മളുടേതായ വഴികളിൽ നടക്കുന്നതോ? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവന്റെ ആ വാഗ്ദാന നിവർത്തിക്കായിട്ട് കാത്തിരിക്കുന്നതാണ് ഉചിതമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ വചനം ജെറീക്കോ പട്ടണത്തിൽ നമ്മുടെ പ്രായോഗികമായ ബുദ്ധിക്ക് അതീതമായ സംഭവമാണ് ജെറീക്കോ പട്ടണത്തിൽ നടന്നത്. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ വചനം നോക്കിക്കേ, നിങ്ങളുടെ നാളുകളിൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ നോക്കുക, ചുറ്റും നോക്കിക്കേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാവുക. എന്തെല്ലാം പ്രവൃത്തികളാണ്, അത്ഭുതകരമായ പ്രവൃത്തികളാണ് നമ്മുടെ ഭവനങ്ങളില്, നമുക്ക് ചുറ്റുപാടുമുള്ള ഇടങ്ങളില്, ധ്യാന കേന്ദ്രം ഇവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ സംഭവിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം കാണുന്നുണ്ട് ഈശോ മർത്തായുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് ചെല്ലുന്ന സംഭവം. ലാസർ മരിച്ച് 4-ാം ദിവസമാണ് ഈശോ അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുക. ഇസ്രായേലില് സാധാരണഗതിയില് ഒരു വിശ്വാസമുണ്ട്, പരമ്പരാഗതമായ ഒരു വിശ്വാസമുണ്ട്. മരിച്ച് 3 ദിവസം, നമുക്ക് അറിയാവുന്ന ഒരുപാട് അനുഭവങ്ങൾ പഴയ സമയങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മരിച്ച് 2 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന സംഭവവും കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. 3 ദിവസം വരെ അവർ കാക്കും സാധ്യതയുണ്ടായിരിക്കാം. എന്നാൽ 4-ാം ദിവസം ബോഡി അഴുകുക തന്നെ ചെയ്യും. മരിച്ച് 4-ാം ദിവസം മർത്തായുടെയും മറിയത്തിന്റെയും വീട്ടിലേക്ക് ചെന്നു. അവർ കല്ലറയിലേക്ക് ചെന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഈ കല്ലറ മൂടിയിരിക്കുന്ന കല്ല് നീ എടുത്തു മാറ്റുക, നിങ്ങൾ എടുത്തു മാറ്റുക. മർത്ത ഈശോയോട് പറയുകയാണ്, കർത്താവേ, ഇത് 4-ാം ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 4-ാം ദിവസമാണ്. ശരീരം അഴുകിയിരിക്കും, ദുർഗന്ധം വമിക്കാൻ സാധ്യതയുണ്ട്. സകല ദുർഗന്ധങ്ങളുടെയും മേല് അധികാരമുള്ള, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മർത്യനായ മർത്ത പറയുകയാണ്, ദുർഗന്ധം വമിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഒന്ന് മാത്രം ചെയ്യുക. എന്താണ്? വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും.